ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീത കിരണിനോട് പറയാണ്, നിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ സാക്ഷിയാണെന്ന്. കിരൺ അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. പ്രീതയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കിരണിനോട് പറയുകയാണ്. മോനിഷയാണെങ്കിൽ കിരണിനെ റൂമിലേക്ക് കൂട്ടിയിട്ട് പോയതും ആദ്യം പ്രീത തെറ്റിദ്ധരിച്ചതും പിന്നെയാണ് മനസ്സിലായത് അവൾ ചതിക്കുകയാണെന്നൊക്കെ. പ്രീതയാണെങ്കിൽ ഡോക്ടറിനെ വിളിക്കാൻ പോയ സമയത്താണ് മോനിഷ വീണ്ടും കിരണിൻ്റെ റൂമിലേക്ക് വന്നതെന്നും പ്രീത ആരോ ലോക്ക് ചെയ്തു വെച്ചെന്നും ഒക്കെ പറയാണ്. സൃഷ്ടി അതെല്ലാം കേട്ടിട്ട് പറയാണ്, ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരാളല്ല 2 പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. കിരൺ സാറിന് ആരെയെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രീതി അപ്പോൾ പറയാണ്, നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോലീസുകാരോട് ഇപ്പം തന്നെ പോയി പറയാമെന്ന്. സൃഷ്ടി അപ്പോൾ തടയുകയാണ്. ഇപ്പോൾ എന്തു പറഞ്ഞാലും പോലീസുകാർ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു. കിരണിൻ്റെ റൂമിൽ എന്തിനാണ് ചേച്ചി പോയതെന്ന് എല്ലാവരും ചോദിക്കും, ആരും ചേച്ചിയെ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയാണ്. പ്രീതി അപ്പോൾ പറയാണ്, ആൾക്കാർ എന്തു വേണമെങ്കിലും വിചാരിക്കട്ടെ, എന്തു വേണമെങ്കിലും ചോദിച്ചോട്ടെ, പക്ഷേ എനിക്ക് കിരണിനെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പോലീസുകാരോട് എല്ലാ കാര്യവും തുറന്നു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നു. കിരണാണെങ്കിൽ ഉടനെ തന്നെ പ്രീതയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ്. ാണെങ്കിൽ പ്രീതിയോട് പറയാണ്, നിന്റെ അമ്മയെ അറിയാതെ തന്നെയല്ലേ നീ ഇവിടെ വന്നത്, ഇനിയും നിന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. സൃഷ്ടി പറഞ്ഞതാണ് കറക്റ്റ്, ഞാൻ കാരണം ഇനി നിന്റെ പേരുകൂടെ പോകാൻ പാടില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. കിരൺ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയാണ്, നിന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കവിതയാൻറ്റി പറഞ്ഞത് കേട്ടിട്ട് നിന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെയാണ് ഇനി നടക്കാൻ പോകുന്നതൊക്കെ ഓർത്ത് സഹിക്കുക എന്ന് ചോദിക്കുന്നു. ആണെങ്കിൽ കൈ ചേർത്ത് പിടിച്ച് പറയുകയാണ്, നീ ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെ. പ്രീതയും കിരണുമാണെങ്കിൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് പൃഥ്വിയാണെങ്കിൽ കാണുന്നുണ്ട്. പൃഥ്വിയാണെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ വന്നിട്ട് പൃഥ്വിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പ്രീതയാണെങ്കിൽ കിരണിനോട് പറയുകയാണ്, നിന്നെക്കുറിച്ച് എല്ലാവരും തെറ്റായിട്ട് പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പൃഥ്വിയാണെങ്കിൽ വീണ്ടും നിന്ന് ഒളിഞ്ഞു നിന്ന് ഇവരെ വർത്തമാനം കേൾക്കുകയാണ്. കിരൺ അപ്പോൾ പ്രീതയോട് പറയാണ്, നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോളുമെന്ന് പറയുന്നു. കിരൺ പറയണം, ഞാൻ ഉറപ്പായിട്ടും പുറത്തു വരും, നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി ഭാഗ്യവാനാണെന്നൊക്കെ പറയുന്നു. പ്രീതയും കിരണും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സൃഷ്ടിയാണെങ്കിലും കൂടെ ചേർന്ന് കെട്ടിപ്പിടിക്കുന്നു. പൃഥ്വിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പൃഥ്വിയെ കോൺസ്റ്റബിൾ ആണെങ്കിൽ വീണ്ടും പിടിച്ചുകൊണ്ടു പോകുന്നു. കോൺസ്റ്റബിൾ ആണെങ്കിൽ പ്രീതയുടെയും കിരണിൻ്റെയും സൃഷ്ടിയുടെ അടുത്ത് വന്നിട്ട് സമയം കഴിഞ്ഞെന്ന് പറയുന്നു. കിരൺ ആണെങ്കിൽ പ്രീതയുടെ കണ്ണുനീർ തുടച്ചിട്ട് പറയാണ്, ഈ ലോകത്തിൽ സത്യം പറയുന്ന പെണ്ണിനെ ആരും വിശ്വസിക്കത്തില്ല, പക്ഷേ കള്ളത്തരം പറയുന്ന പെണ്ണിനെ എല്ലാവരും വിശ്വസിക്കുകയാണ്. കിരൺ ആണെങ്കിൽ പ്രീതയുടെ മുഖത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഒന്നുകൊണ്ട് നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്